ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഈച്ചകളും ചെറിയ പ്രാണികളും മഴ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇങ്ങനെ കാണുന്നു. അതുകൊണ്ടാണ് കേട്ടോ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പറന്നു പോവും. പിന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല ഞണ്ട് ഇട്ടിട്ടുണ്ട്. തലേ ദിവസം ലുലുവിൽ പോയപ്പോൾ വാങ്ങിയതാണ്. 2 മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അത് നല്ല വലിയ ഞണ്ടാണ് കേട്ടോ. അപ്പോൾ ലഞ്ചിന് ഞാൻ വിചാരിച്ചു ഞണ്ട് കറി ആക്കാമെന്ന്. മാങ്ങയിട്ട് ഞണ്ട് കറി വെച്ച് നോക്കാം. കൊള്ളാം, ഫസ്റ്റ് ടൈമാണ് കേട്ടോ മാങ്ങയിട്ട് ഞണ്ട് കറി വെക്കുന്നത്. ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ, അതുകൊണ്ട് തന്നെ മാങ്ങയ്ക്ക് ഒരു പഞ്ഞവുമില്ല കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ തയ്യാറാക്കി ഞണ്ട് കറി വെക്കാനായിട്ട് പോവുകയാണേ. മീൻ കറിയിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മാങ്ങയുടെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പുളിക്ക് ആവശ്യമായ മാങ്ങ അതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം പകുതി മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കറി അവിടെ ഇരുന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളിലേക്കൂടെ കടക്കാം കേട്ടോ. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമ്മൾ ദോശയാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ചട്നി തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങ അരച്ച ചട്നിയാണ് കേട്ടോ തയ്യാറാക്കിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു സൈഡ് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചട്നിയും റെഡിയായി വരുന്നുണ്ട്. നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കാറ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. നല്ല ദോശയും ചമ്മന്തിക്കറിയൊക്കെ ഇഷ്ടമാണോ? ഇപ്പം നല്ല മഴയാണ്. മിക്ക സ്ഥലങ്ങളിലും കറണ്ടില്ലാത്ത ഒരവസ്ഥയാണ്.